അങ്ങനെ അവൻ കല്യാണം കഴിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണ്. അപ്പം ഷാജിദക്ക് ഒരു ആഗ്രഹം ഉണ്ടോ ഷറഫിനെ കല്യാണം കഴിക്കാൻ? നല്ല ക്യാരക്ടറാണ്, നല്ല അവൻ കുഴപ്പമില്ലാത്തൊരാളാണ്, ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പൊ ഭാവിയിൽ അവൻ കല്യാണം കഴിക്കണം എന്ന് ഞങ്ങൾ പ്ലാനിങ് ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം. ഷാജിദക്ക് താല്പര്യമുണ്ടോ ഷറഫിനെ കല്യാണം കഴിക്കാൻ? ഇനിയും അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ അവൻ കല്യാണം കഴിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണ്. ഞാനിപ്പോൾ ചെയ്തതിന് ഞാൻ എന്നെ ഉത്തരവാദി. അത് ഞാനിപ്പോൾ ആരുടെ മേലെയും ഞാൻ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നില്ല. കാരണം ഞാൻ ചെയ്തത് ഞാൻ തന്നെ തെറ്റുകാരി. കാരണം ഒരാളെ കൊടുന്ന് കല്യാണം കഴിച്ചു എന്ന് പറയുന്നതിൽ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെയാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൻ. ഷാജിദയുടെ ഏറ്റവും ഒടുവിലത്തെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവർക്ക് വല്ലാത്തൊരു പ്രണയമാണ് ആ ഷറഫ് അലി എന്ന കാസർഗോട്ടുകാരനോട്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, എനിക്ക് ഷറഫ് അലിയെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഷറഫ് അലി സമ്മതിക്കും, ഷറഫ് അലിയും ഒന്നിച്ചൊരു നല്ല ജീവിതം, അവൻ എൻ്റെ മക്കളെ നോക്കും. ഈ പ്രതീക്ഷയൊക്കെയാണ് ഈ ഒരു ഷാജിയെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ നുണകൾ മുഴുവൻ അവർ പറയുന്നത്. ഓരോ ഇന്റർവ്യൂവിലും പരസ്പര വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ജംഗോ സ്പേസ് ടിവിയുടെ ഇന്റർവ്യൂവിൽ തന്നെ നേരെ ഞങ്ങൾ ഒന്നിച്ചിട്ട് തീരുമാനിച്ചിട്ടാണ് ഈ ഒരു നിക്കാഹി ഡ്രാമ നടത്തിയത്. പിന്നെ പറഞ്ഞു, ഞാൻ അവനുമായിട്ട് ബന്ധപ്പെട്ടല്ല, എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ നടത്തിയതാണ്, എൻ്റെ കയ്യിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ഏതായാലും അവർ ആ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞ ഇന്റർവ്യൂവിലെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കേൾക്ക്. അങ്ങനെ അവൻ കല്യാണം കഴിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണ്. അപ്പം ഷാജിദക്ക് ഒരു ആഗ്രഹം ഉണ്ടോ ഷറഫിനെ കല്യാണം കഴിക്കാൻ? നല്ല ക്യാരക്ടറാണ്, നല്ല അവൻ കുഴപ്പമില്ലാത്തൊരാളാണ്, ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പൊ ഭാവിയിൽ അവൻ കല്യാണം കഴിക്കണം എന്ന് ഞങ്ങൾ പ്ലാനിങ് ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം. ഷാജിദക്ക് താല്പര്യമുണ്ടോ ഷറഫിനെ കല്യാണം കഴിക്കാൻ? ഇനിയും അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ അവൻ കല്യാണം കഴിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണ്. അല്ല, ഷാജിദക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അവന്റെ ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ക്യാരക്ടർ ഇഷ്ടമാണ്, അവന്റെ ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടമാണ്. അത് പറഞ്ഞിട്ട് അവന് കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. അപ്പം ഷറഫിനെ കല്യാണം കഴിച്ച കാരണം മക്കളെയൊക്കെ നോക്കുമെന്ന് ഉറപ്പുണ്ടോ? കാരണം 5 പേരുണ്ട്. കല്യാണം കഴിച്ചപ്പോ എന്തായാലും നോക്കണ്ടേ? മക്കളെ നമുക്ക് യൂട്യൂബ് ചാനലിൽ വരുമാനം കാര്യങ്ങൾ, ഒരു വരുമാനം എനിക്കുണ്ട്, അവനിക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും, അത്രേ. പക്ഷെ അപ്പോൾ ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷറഫിന് ഓൾറെഡി ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ആളും കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ. വീഡിയോസ് അങ്ങനെ ചെയ്യില്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അവൻ ഇങ്ങനെ ജിമ്മിന്റെ കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ ആ അക്കൗണ്ടിൽ ഒന്നും ഇല്ലല്ലോ, എല്ലാ ആളും റിമൂവ് ചെയ്തിട്ടുണ്ട്. അതെനിക്കറിയില്ല, ഞാൻ കാരണം അത് എനിക്കും അറിയില്ല. കാരണം ഞാനിങ്ങനെ കുറെ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വ്ലോഗ് കാണുമ്പോഴത്തേക്കിന് അതിൽ പറയുന്ന കാര്യങ്ങളാണ്, ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ റിമൂവ് ആക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല. അവനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, പക്ഷെ അവന് പഴയ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കിടപ്പുണ്ട് എന്നല്ലാണ്ട് അവൻ ഇങ്ങനെ ഡെയിലി വീഡിയോസോ കാര്യങ്ങളും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഒരാളല്ല. അത് അവൻ കളഞ്ഞിട്ടുണ്ടോ ഞാൻ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടില്ല, കളഞ്ഞിട്ടുണ്ടോ. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കും. അവൻ ബോട്ടിമിൽ വിളിക്കാത്രേ, നമ്മൾ ഇൻസ്റ്റയിലേക്ക് പോകണില്ല. ഇവർ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷമുള്ള ജീവിതം ഉണ്ടാവട്ടെ. പിന്നെ പറയുന്ന ഒരു കാര്യം, ഈ ഭർത്താവ് അതായത് പങ്കാളിയൊക്കെ മരണപ്പെട്ടിട്ട് ഉടനെ തന്നെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിനെ ജനങ്ങൾ പോസിറ്റീവായിട്ട് കാണോ? എത്രയോ ആണുങ്ങളുണ്ട്, ഭാര്യ മരിച്ച് 40 ആകുമ്പോഴേക്ക് വിവാഹം കഴിക്കുന്ന എത്രയോ പുരുഷന്മാർ. ഒരാൾ പോലും ഇതുപോലെ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരാറില്ല. അത് പകരം ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതും ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സെക്കൻഡ് മാരേജ് ഭാര്യ മരിച്ചു ഉടനെ കഴിക്കുന്നവരുണ്ട്. 40 ദിവസം കഴിഞ്ഞതിന് മുന്നേ ഒരാളെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ എന്താ പറയുക, കുട്ടികളെ നോക്കാനാണ്, അവന് ഒറ്റയ്ക്കല്ലേ, അവൻ ഇനി എങ്ങനെ ജീവിക്കും. ഇതേ സ്ഥാനത്ത് പെൺകുട്ടികൾ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ ചിന്തിക്കുന്നില്ലേ? ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സും ഈ പറയുന്ന ജനങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഞാനിപ്പോൾ ചെയ്തതിന് ഞാൻ എന്നെ ഉത്തരവാദി. അത് ഞാനിപ്പോൾ ആരുടെ മേലെയും ഞാൻ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നില്ല. കാരണം ഞാൻ ചെയ്തത് ഞാൻ തന്നെ തെറ്റുകാരി. കാരണം ഒരാളെ കൊടുന്ന് കല്യാണം കഴിച്ചു എന്ന് പറയുന്നതിൽ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെയാണ്. പക്ഷെ ഇതിനും ഒരു സൈഡ്, ഒരു വശം നോക്കുമ്പോൾ ഇതിനൊക്കെ കാരണം ബാക്കിയുള്ളവരുണ്ട് ഇല്ലേ? നമ്മുടെ മൈൻഡിലേക്ക് അത് എത്തിക്കാൻ കാരണം ഇവരാണ്. ചുരുക്കത്തിൽ ഇവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, ഞാനൊരു വിവാഹിതയാണ്, ഇത് എൻ്റെ കയ്യിൽ താലിമാല കണ്ടില്ലേ, മെഹർ കണ്ടില്ലേ, ഈ രീതിയിൽ ഒരു പിന്തുണ, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇവർ ചെയ്തു വെക്കുന്ന, ഇവർ പറഞ്ഞു വെക്കുന്ന അബദ്ധങ്ങൾ കൂടുതൽ സൈബർ ബുള്ളിങ്ങിന് ഇവർ വിധേയരാക്കുകയും ചെയ്യാണ്. നമ്മൾ ഒരിക്കലും അവരെ സൈബർ അറ്റാക്ക് നടത്തുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മൾ ശരിക്കും അറിയേണ്ടത്, ഇത്തരത്തിലെ കുട്ടികളുള്ള ഒരു സ്ത്രീ, ഭർത്താവ് നേരത്തെയൊക്കെ മരണപ്പെട്ടിട്ട് രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ സൊസൈറ്റി അംഗീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഫാത്തിമ എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ അനുഭവം പറയാം. അവർക്ക് യൂട്യൂബ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവരെ കുറിച്ച് അറിയാത്തത്. ഭർത്താവ് മരണപ്പെട്ടിട്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് പെട്ടെന്ന് സമൂഹം അംഗീകരിക്കില്ല. ഫാത്തിമ എന്ന് പേരുള്ള ഈ യുവതിയുടെ അനുഭവം എനിക്കറിയാവുന്ന ഒരാളാണ് ഫാത്തിമയുടെ ഭർത്താവ് സ്നേഹത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലമാണ്. ഇവർ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി. ഫാത്തിമയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്, ദുബായിലാണ്. അങ്ങനെ വീടുണ്ടാക്കിയിട്ട് വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കുന്നതിന് മുൻപ് അമ്മായിമ്മ അമ്മോശവാപ്പ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഫാത്തിമ പറഞ്ഞു, നമുക്ക് വേഗം വീട് മാറിയിരിക്കാം. അങ്ങനെ പണി പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ഫാത്തിമ വേറെ വീട്ടിലേക്ക് പോയി. ഫാത്തിമക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അപ്പോൾ എന്നാലും ഫാത്തിമയുടെ ഭർത്താവ് വാപ്പാനോടും ഉമ്മയോടും പ്രശ്നങ്ങളൊന്നുമില്ല, ഭാര്യയ്ക്ക് മാത്രമാണ് ഉമ്മയോട് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടിയാണ് വീടൊക്കെ മാറിയിട്ട് അങ്ങോട്ട് വീട് പണി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ വീട്ടിലേക്കൊക്കെ മാറിയത്.
ഈ സമയത്താണ് ദുബായിൽ നിന്ന് അറ്റാക്കായിട്ട് ഈ ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താവ് ഒരു കമ്പനിയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു മരണമൊക്കെ സംഭവിച്ചത്. അപ്പോൾ അവിടുന്ന് ചില നഷ്ടപരിഹാരങ്ങളുടെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഈ 2 മക്കളുമായിട്ട് ഈ ഒരു സ്ത്രീ ആ വീട്ടിൽ അന്ന് ഭർത്താവിൻ്റെ ഉമ്മ നിൽക്കുന്നുണ്ട്. യുദ്ധ കാലയളവിൽ ഇവളുടെ ഉമ്മ നിൽക്കുന്നത്. ഇവളെ വാപ്പയാണെങ്കിൽ വേറെ 2 കല്യാണങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കുടുംബത്തോട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളാണ്. വിവാഹം കൈ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ആ വാപ്പ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീക്ക് ഫാത്തിമാക്ക് ഉപ്പയുടെ കയ്യിൽ നിന്ന് ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ ഭർത്താവിൻ്റെ ഉപ്പയിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ എന്തൊക്കെ ചില പ്രശ്നങ്ങൾ കാരണം അമ്മായിമ്മയുടെ ഇഷ്യൂസൊക്കെ ആയിട്ട് അവൾക്ക് ആ ഭർത്താവിൻ്റെ തറവാട്ടിൽ നിൽക്കാൻ, അത് ഉമ്മാടി ഉപ്പാടിയും കൂടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. ചെറിയ വീടാണെങ്കിലും വീട് പണി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും സ്വന്തം വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. പക്ഷേ നിർഭാഗ്യം എന്ന് പറയാൻ ആ ഭർത്താവ് മരണപ്പെട്ടു. അങ്ങനെ ഇവർ ആ വീട്ടിൽ യുദ്ധ കാലയളവ് കഴിഞ്ഞു. ആ സമയത്ത് എല്ലാവരും ഒരു പ്രപ്പോസൽ വെച്ചു. ചെറുപ്പം പെൺകുട്ടിയല്ലേ, ചെറുപ്പം കുട്ടികളാണ്. ഭർത്താവിൻ്റെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരനുമായിട്ടൊരു കല്യാണം ഉറപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവൾക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റിയില്ല. ഒന്നാമത് അവൻ ഒട്ടും ഒരു കല്യാണം കഴിക്കാത്ത ഒരാൾ. 2 ഈ സ്ത്രീ ഒരിക്കലും അവൻ അങ്ങനെ കണ്ടിട്ടില്ല. മറ്റൊന്ന് ഇവൾക്ക് അപ്പോൾ കല്യാണം കഴിക്കാൻ ഒട്ടും മെൻ്റലി പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് ആ തുടക്ക സമയത്ത് ആ കല്യാണത്തിന് ഒരു നഖശിഖാന്തം എതിർത്തു. പിന്നീട് ഇവളുടെ പെരുമാറ്റങ്ങൾ ഒരു യുദ്ധകാലം ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ പഠിക്കാൻ പോകണം. മുമ്പ് ഈ മുടങ്ങിപ്പോയ പഠനം തുടങ്ങണം. കാരണം ഭർത്താവ് അങ്ങനെ പഠിക്കാൻ വേണ്ടി അധികം പ്രോത്സാഹനം കൊടുത്തിരുന്നില്ല. മുടക്കമൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഒരു വീടുണ്ടാക്കുന്ന പ്രശ്നങ്ങളും കുട്ടികളൊക്കെ ആവുന്ന സമയം അതൊന്നും നടന്നിരുന്നില്ല. അപ്പോൾ ഇവള് കരുതി ചെയ്താലും ഇനി പഠിക്കാൻ പോകാം. അങ്ങനെ പഠിക്കാൻ വേണ്ടി പോയി. ഈ ഭർത്താവിൻ്റെ ഉമ്മാക്കാണെങ്കിൽ ഈ മരുമകൾ അത്ര ഇഷ്ടമല്ല. കുട്ടീനെ ഇങ്ങോട്ട് കിട്ടണം, ഓളെന്താ ആയിക്കോട്ടെ എന്നുള്ളതാണ്. കാരണം കല്യാണത്തിനൊന്നും സമ്മതിച്ചില്ലല്ലോ. ഈ ഒരു ദേഷ്യം അമ്മായിമ്മക്കുണ്ട്. അങ്ങനെ ഇവള് പഠിക്കാൻ പോയിട്ട് ഡിഗ്രി പഠനം കംപ്ലീറ്റ് ആക്കി. 1-2 വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇവള് BEdന് പോകാൻ തീരുമാനിച്ചു. ആ ഒരു സമയത്ത് ഇവൾക്ക് വിവാഹം കഴിക്കണം എന്നൊരാഗ്രഹം വന്നു. കാരണം ഇവൾ ആ വീട്ടിൽ നിൽക്കണം. അതിലാണ് ഇവൾ ദുബായിൽ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഈ ഹസ്ബൻഡിൻ്റെ ഈ തുക, അതിൻ്റെ ഇൻഷുറൻസ് തുകയൊക്കെ വലിയൊരു തുക കിട്ടിയപ്പോൾ ആ തുക ആർക്കുള്ളതാണ്? ഉമ്മാക്കുള്ളതാണെന്ന് ഓര് പറഞ്ഞു. നിയമപരമായിട്ടത് ഭാര്യക്കുള്ളതാണ്. ഇവിടെ ആ ക്യാഷ് കൊണ്ട് വീടിൻ്റെ പണികൾ മുഴുവനും പൂർത്തീകരിച്ചപ്പോൾ അത് അമ്മായിമ്മക്കും അമ്മോശമ്മക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവരോട് ഭയങ്കര വിരോധമായി. പിന്നെ അവരുടെ വരവ് കുറഞ്ഞു. കുട്ടികളൊന്ന് വന്ന് കാണും, കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുന്നു കൊടുക്കും, കുട്ടികൾ അങ്ങോട്ട് പോകും. അത് ഇവള് തടസ്സം നിൽക്കലില്ല. അങ്ങനെ ഇവൾ പഠിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ BEdന് പോകുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി ഒരാളെ പരിചയപ്പെടുന്നത്. അയാളാണെങ്കിൽ ഭാര്യ കല്യാണം കഴിഞ്ഞ് വളരെ വൈകാതെ ഭാര്യയ്ക്ക് ക്യാൻസറായിട്ട് ഭാര്യ മരണപ്പെട്ടു. ലേശം പ്രായമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഭാര്യയുടെ കൂടെ സന്തോഷത്തോട് കഴിഞ്ഞിട്ടില്ല. ഭാര്യ മരണപ്പെട്ട ഉടനെ ആയതുകൊണ്ട് ഇനി വിവാഹം വേണ്ട തീരുമാനിച്ച ഒരാളാണ്. അത്തരം ഒരാളോട് പ്രണയമായിട്ട് അവരെ വിവാഹം കഴിക്കാൻ ഈ സ്ത്രീ തീരുമാനിച്ചു. ആ സ്ത്രീ തീരുമാനിച്ചപ്പോൾ വീട്ടുകാരൊക്കെ ഭയങ്കര എതിർക്കാൻ തുടങ്ങി. നീ എന്ത് കണ്ടിട്ടാണ് ഓനെ കല്യാണം കഴിക്കുന്നത്? ലേശം പ്രായമുണ്ട്. പ്രായമുള്ള ആളാണെങ്കിലും ഇവൾക്കുള്ളിൽ പ്രായമല്ല പ്രശ്നം, ഇഷ്ടം ഉണ്ടായി എന്നുള്ളതാണ്. ആ ഇഷ്ടമുണ്ടായപ്പോൾ ഫാത്തിമാന് ഒരിക്കലും അവരുടെ വീട്ടുകാരത് ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞു, നീ എൻ്റെ മോൻ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നാളെ, അല്ലാതെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇതെൻ്റെ മോൻ്റെ വീടാണ്, എൻ്റെ മോൻ്റെ പേരിലാണ് ഈ വീടുള്ളത്, അങ്ങനെ ഇങ്ങനെ. പിന്നെ ഇത് ഭയങ്കര പ്രശ്നങ്ങളായി. നിയമപ്രകാരം ഓൻ്റെ പേരിലല്ലാണ് വീടുള്ളത്. ഈ ഒരു വീടുണ്ടാക്കാൻ ഇവളുടെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അന്ന് ഇവളുടെ പേരിൽ ആ വീടോ സ്ഥലമോ ആക്കിയിട്ടില്ല. ഈ ഒരു വീടിൻ്റെ നഷ്ടപരിഹാരം കിട്ടിയ ആ ഒരു ഇവൻ്റെ മരണപ്പെട്ടതിൻ്റെ ഇൻഷുറൻസ് കിട്ടിയപ്പോഴും അവൾ കരുതിയത് ഒരിക്കലും തനിക്കിങ്ങനെ പേരിലാക്കാത്തതിൻ്റെ പേരിലൊരു പ്രശ്നം വരില്ല എന്നുള്ളതാണ്. അത് ഇവളോട് ഇറങ്ങാൻ പറഞ്ഞു. ഇനി വേറൊരുത്തൻ്റെ ഭാര്യയാവുമ്പോൾ കുട്ടികളെ ഞങ്ങൾക്കുണ്ട് തന്നാളെ. ഇങ്ങനെ ലൈഫിൽ വലിയ പ്രശ്നമായി. ഫാത്തിമ എന്തായാലും ഫൈറ്റ് ചെയ്ത് പിടിച്ചിരുന്നു. ഫാത്തിമാനെ വീട്ടുകാർ കളിയാക്കിയത് ഫെമിനിസ്റ്റ് ഫാത്തിമ എന്നുള്ളതാണ്. ഇവൾക്ക് എന്ത് പറഞ്ഞാലും എൻ്റെ ജീവിതം ഞാനാണ് തിരഞ്ഞെടുക്കണം, ഞാനൊരു വിവാഹം കഴിഞ്ഞ് ഇത്രയും കാലം ഞാൻ പഠിച്ചു, എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നുണ്ട്, ഒരു പ്രയാസം ഉണ്ടാവുന്നില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രയാസം? എന്തായാലും വീട്ടുകാരുടെ എതിർപ്പ് വകവെക്കാതെ തന്നെ അയാളെ കല്യാണം കഴിച്ചു. അയാൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഒരാളാണ്. അയാൾക്ക് അങ്ങനെ ഫാമിലി എന്ന് പറയാൻ അധികം ആൾക്കാരൊന്നും ഇല്ല. പ്രായമായൊരു ഉമ്മയുണ്ട്, അയാളെ വാപ്പയൊക്കെ മരണപ്പെട്ടു പോയി, സഹോദരിമാരൊക്കെ ഗൾഫിൽ കല്യാണം കഴിച്ചു, അവരൊക്കെ അവിടെ സെറ്റിലാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് അവൾക്ക് വളരെ സന്തോഷമാണ്. അവളുടെ ലൈഫ് സ്വന്തമായിട്ട് കണ്ടെത്തി. വീട്ടുകാരാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും ഒരു കാമഭ്രാന്തി എന്ന രീതിയിലാണ് ഈ സ്ത്രീനെ കാണുന്നത്. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. ഒരു സ്ത്രീ കല്യാണം കഴിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഒരുപാട് ചോദ്യങ്ങളാണ്. നമ്മൾ ഈ പറയുന്ന ഞാൻ ഈ ഫാത്തിമയുടെ അനുഭവം ഞാൻ പറഞ്ഞത് ഷാജിദ ഷാജിയുടെ അനുഭവം അങ്ങനെയാണെന്ന രീതിയിലല്ല. ഷാജിദ ഷാജി ആളുകൾ എതിർക്കുന്നത് നുണകൾ പറഞ്ഞിട്ടാണ്. നുണകൾ പറയാതെ തന്നെ ആ സ്ത്രീക്ക് മാന്യമായിട്ട് തൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സന്തോഷത്തോടെ ആളുകളുടെ പിന്തുണയോടെ കഴിയാമായിരുന്നു. പക്ഷെ ഓരോ തവണയും സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറയുക, എന്നിട്ട് അവർ കാരണമാണ് ഞാനിങ്ങനെ എന്ന് പറയുക, എന്നിട്ട് ഓരോ നുണകൾ പടച്ചു വിട്ടിട്ട് ഈ ഒരു പ്രേമം പൂവണിക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ ഇൻ്റർവ്യൂവിലും നുണകൾ പറഞ്ഞതാണ് ഇന്ന് ഇവർക്ക് ഈ പിന്തുണ കുറയാൻ കാരണം. അതോടൊപ്പം തന്നെ അവർക്ക് ലൈഫിൽ സന്തോഷങ്ങൾ കിട്ടണം. സന്തോഷങ്ങൾ കിട്ടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ നിങ്ങൾ കരുതും ഇയാൾ എന്തിനാണ് ഇന്നും ഈ ഷാജിദ ഷാജിയുടെ വീഡിയോ
വീഡിയോ എടുക്കണം എന്നുള്ളത്. അതൊരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ ബന്ധപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇന്നും ഞാൻ പറയേണ്ടി വന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളൊരു വിഷയമായിട്ടൊന്നുമല്ല. അവർക്ക് അവരുടെ ലൈഫ് തിരഞ്ഞെടുക്കാൻ അവർ സ്വീകരിച്ചൊരു മാർഗം തെറ്റാണ്, അത് തിരുത്തേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ദിനമാണ്. ഞാൻ ചില വാക്കുകൾ പറയാം. അതായത് അറബിക് ഭാഷയിൽ നിന്ന് ചില വാക്കുകൾ മലയാളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒന്ന് അത്തർ എന്നുള്ള വാക്ക് ശരിക്കും അത്തർ എന്നൊരു അറബി വേർഡാണ്. ഇന്ന് മലയാളത്തിൽ അത്തർ എന്ന് പറയാറുണ്ട്. അതേപോലെ കരാറാക്കി അല്ലെങ്കിൽ കരാറായി, പറമ്പിൻ്റെ കരാറ്, ഇത് കരാർ എന്നുള്ള അറബി വാക്കാണ് മലയാളത്തിൽ കരാർ എന്നായത്. ഇങ്ങനെ ഒരുപാടെണ്ണം. വേറെ ഞാൻ പറഞ്ഞുതരാം. മലയാളത്തിലെ കീസ് എന്ന അറബി പദമാണ് പിന്നീട് കീശ എന്ന മലയാള വേർഡായിട്ട് മാറിയത്. ഇങ്ങനെ ഒരുപാട് അറബി പദങ്ങൾ ഇന്ന് മലയാളത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, ഞാനീ പറഞ്ഞതല്ലാത്ത നിങ്ങൾക്കറിയാവുന്ന അറബിയിൽ നിന്ന് വന്ന ഏതാനും ചില മലയാള പദങ്ങൾ ഒരൊറ്റ വാക്കെങ്കിലും പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു മലയാള പദം ഇപ്പം ഞാൻ പറഞ്ഞതല്ലാത്തതാവണം. അതായിരിക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ ഒരു ഉത്തരം. ഈ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.